ഓർക്കാൻ നല്ല രസമുള്ള ഒരുപാട് ഓർമ്മകൾ തന്ന ഏറ്റവും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹമായി തുടങ്ങിയത് കുറ്റപത്രം, തലസ്ഥാനം, ഏകലവ്യൻ ഒക്കെ ആണെങ്കിലും ആ സമയം ആയപ്പോഴേക്കും എനിക്ക് തിരുവനന്തപുരത്ത് ഒരു വാടക വീടുണ്ട്, അവിടെ താമസിച്ചുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും ഹൃദ്യമായ ഞാൻ വന്നിന്ന് കാലുകുത്തിയത് ആ പ്രദേശത്താണ്. താൽക്കാലികമായ ഒരു സിറ്റ് ആൻഡ് ഡൈൻ അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയുടെ ഇൻ്റർവെൽ സീക്വൻസ് എടുത്തത് ഇവിടെയാണ്, ഈ പ്രദേശത്താണ്. രതീഷ് ഏട്ടൻ, NF വർഗീസ്, രാജൻ പി ദേവ്, അങ്ങനെ ഒരു പിടി ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് ഭയങ്കര വർണ്ണശബളമായിട്ട് സീരിയൽ ലാമ്പുകളൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഡയലോഗ് തന്നെ വളരെ വിചിത്രമാണ്. ഞാൻ കമ്മീഷണറുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങി ആ സൗണ്ട് കേട്ട് രതീഷ് ഏട്ടൻ നോക്കി അങ്ങോട്ട് ഒരു സീരീസ് ഓഫ് ഡയലോഗ് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വാക്കിതാണ്, ഹി ഈസ് ആൻ ആസ്റ്യൂട്ട് പാസ്റ്റർ. അവിടെയാണ് ആ സിഗ്നേച്ചർ മ്യൂസിക് ഇട്ട് ഞാൻ നടന്ന് കയറി വരുന്നത്. വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, അവിടെയാണ് എൻ്റെ ഡയലോഗ് തുടങ്ങുന്നത്. അന്ന് ഒരുപക്ഷെ ഫോണറ്റിക്സിനോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിനോ നമുക്ക് PG പഠിക്കുന്ന കാലത്ത് അഭ്യസിപ്പിച്ച ഒരു വിദ്യയിൽ നിന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലോഷൻ നടത്തിക്കൊണ്ട് അന്ന് ഞാൻ ആ ഡയലോഗ് പറഞ്ഞത് തന്നെ ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ പൊട്ടിച്ചിട്ടാണ് പറഞ്ഞത്. അന്ന് ഇവിടെ കൂടി നിന്ന് എല്ലാവരും ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ കൈയടിച്ചു. അതിനകത്ത് വലിയ കസർത്തൊന്നുമില്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഐ നീഡ് ടു ആസ്ക് യു ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ടടുത്ത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു വ്യംഗ്യമുണ്ടായിരുന്നു, ദറ്റ് ഐ ആം ഗോയിങ് ടു ക്ലോസ് ഇൻ ഓൺ യു. ഈ ഒരു ആരവം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ചിത്രത്തിലെ എൻ്റെ പ്രകടനത്തെ അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ അപ്പോൾ എല്ലാം കൊണ്ടും ഹൃദ്യമായ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു പ്രദേശമാണ്. നമുക്ക് ഒരുപക്ഷെ അതിന് മുമ്പുള്ള ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. മധുസാറും സുകുമാരൻ സാറും ഒക്കെ സ്ഥിരം വന്നിരുന്ന് ഇതിനോട് ചേർന്ന് തന്നെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവിടെ സാധിച്ച് ഇവിടെ നിന്ന് തമ്പാനൂർ വരെ ഒരു ഓട്ടം ഓടിയ രണ്ടുപേരോട് ഒരു ഓട്ടം നടത്തിയ കഥയുമൊക്കെ അമ്പിളിച്ചേട്ടൻ പറഞ്ഞ് പിന്നെ കേട്ടിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഒക്കെ അവർക്കെല്ലാം വീട് ഇവിടെ തന്നെ ആയിരുന്നെങ്കിലും ഒരുപക്ഷെ അമൃത എന്ന് പറയുന്ന അവരുടെ ഒരു എന്താണ് മനസ്സാഗ്രഹിക്കുമ്പോൾ വന്ന് കയറിയിരിക്കുന്ന വീടെന്ന് പറയുന്ന സ്വഭാവം ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നു.